ക്യാപ്റ്റൻ അരുൺ കുമാർ അഴീക്കൽ പോർട്ട് PRO നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ അരുൺ കുമാർ, ഇതിലിപ്പോൾ ഈ അഴീക്കലിലേക്ക് ഇങ്ങനെ ഒരു അപകടം നടന്നതായുള്ള വിവരം ആദ്യം എത്തുന്നത് എത്ര മണിയോടുകൂടിയാണ്? ഇന്ന് 11 മണിക്ക്, ഉച്ചക്ക് 11 മണിക്ക് ബേപ്പൂർ കോസ്റ്റ് ഗാർഡിൻ്റെ സ്റ്റേഷനിലുള്ള കമാൻഡിങ് ഓഫീസറുമായിട്ടൊരു യോഗമുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ്, ഏകദേശം ഒരു 11 മണിക്കാണ് ഈ ഇൻഫോർമേഷൻസ് എനിക്ക് കിട്ടുന്നത്. അപ്പം കോസ്റ്റ് ഗാർഡ്, അതേപോലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ, കണ്ണൂർ പോർട്ട് ഓഫീസർ, അഴീക്കൽ പോർട്ട് ഓഫീസർ, ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് വേറൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഈ കപ്പലിനെ പറ്റി പറയുകയാണെങ്കിൽ സിംഗപ്പൂർ ഫ്ലാഗാണ്. നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസിൽ വാൻ ഹൈ 503 ആണ്. ഈ ഇൻഫോർമേഷനെല്ലാം കോസ്റ്റ് ഗാർഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. 269 മീറ്റർ നീളവും 32 മീറ്റർ നീളമുള്ള കപ്പലാണ്. അത് കൊളംബോയിൽ നിന്നും നവാഷേവയിലേക്ക് പുറപ്പെടുന്ന കപ്പലായിരുന്നു. ഏകദേശം അഴീക്കൽ തുറമുഖത്തിൽ നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഇത് അപകടം ഉണ്ടായിരിക്കുന്നത്. അത് 11 ഡിഗ്രി 32 നോർത്ത്, 74 ഡിഗ്രി 37.8 ഈസ്റ്റ്, ഈ പൊസിഷനിലാണ് ഇത് അപകടം ഉണ്ടാകുന്ന ഡിസ്ട്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പൊസിഷൻ. സാധാരണ ഒരു ഡിസ്ട്രസ് ഉണ്ടാകുന്ന അവസരത്തിൽ ഇൻ്റർനാഷണൽ റൂൾ പ്രകാരം ഈ കപ്പലിൽ നിന്നും ഡിസ്ട്രസ് അലേർട്ടുകൾ എല്ലാ കപ്പലുകളിലേക്കും, അതേപോലെ തന്നെ കോസ്റ്റൽ സ്റ്റേഷനിലേക്കും, അതേപോലെ തന്നെ മറൈൻ റെസ്ക്യൂ സെൻറ്ററിലേക്കും പോകും. അത് പ്രകാരം ഈ അപകടം നടക്കുന്ന കപ്പലിന്റെ അടുത്തേക്ക് തൊട്ടടുത്തുള്ള കപ്പലുകളും, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് കപ്പലാണ് ആദ്യം സ്പോട്ടിൽ എത്തിയതെന്ന് തോന്നുന്നു അല്ലേ? ഈ ANI നൽകിയവരനുസരിച്ച് സിസ്റ്റം. അത് ബോംബെയിലുള്ള കപ്പൽ ആ ഭാഗത്ത് പെട്രോളിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ബേപ്പൂരിൽ നിന്നുള്ള കപ്പൽ 11 മണിക്ക് മുമ്പ് തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. 11 മണിക്കുള്ള മീറ്റിംഗിലാണ് ഈ വിവരം ഷെയർ ചെയ്തിരുന്നത്. ശരി, നമുക്കിപ്പോ ഇത്തരം ചരക്ക് കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ഈ 70 നോട്ടിക്കൽ മൈൽ എന്ന ദൂരം ഇപ്പോൾ ആ ലൈഫ് ബോട്ടിലാണ് ഈ പരിക്കേറ്റ ജീവനക്കാരുള്ളതെന്ന് തോന്നുന്നു. ഒപ്പമുള്ള കപ്പലുകൾ എത്ര സമയം വേണ്ടി വരും നമുക്കിപ്പോൾ ഇവരെ ബേപ്പൂരിലേക്ക് എത്തിക്കാൻ? ഇതുവരെ എത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളൊക്കെ ഒരു 30 നോട്ട്സ് സ്പീഡ്, 25 തൊട്ടിട്ട് 35 നോട്ട്സ് വരെ സഞ്ചരിക്കാൻ കഴിവുള്ള കപ്പലുകളാണ്. അപ്പോൾ ഇത് ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് ഈ 70 നോട്ടിക്കൽ മൈൽ കണക്കൂട്ടുന്ന അവസരത്തിൽ നമുക്ക് 2.5 നോട്ടിക്കൽ മൈൽ കൊണ്ട് ബേപ്പൂർ എത്തിക്കാൻ പറ്റും. കാരണം ബേപ്പൂരാണ് കോസ്റ്റ് ഗാർഡിന്റെ സ്റ്റേഷൻ ഉള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ വലിയ കപ്പലുകളിൽ ഡോക്ടറും, അതേപോലെ തന്നെ ചെറിയ കപ്പൽ പോലും പ്രാഥമിക ശുശ്രൂഷയൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വലിയ കപ്പലുകളിൽ ഹോസ്പിറ്റൽ അടക്കമുണ്ട് സൗകര്യങ്ങൾ. യെസ്, ഇതിലിപ്പോൾ ഒരാൾക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്, അദ്ദേഹത്തെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളവർക്ക് അത്ര വലിയ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജീവനക്കാരുടെയോ അവരുടെ പരിക്ക് വിവരങ്ങളോ അഴീക്കൽ പോർട്ടിൽ ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ച് ഈ അപകടം നടന്ന ഉടനെ തന്നെ ലൈവിൽ നിന്നും പുറത്തു പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വിവരങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും. ഓഫീസർ, നമുക്കിപ്പോൾ ചരക്ക് കപ്പലുകളിലൊക്കെ ഏത് സമയവും ഇത്തരത്തിലുള്ള അപകടം പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും ഈ കണ്ടെയ്നറുകളിൽ ഇപ്പോൾ എക്സ്പ്ലോസീവ് കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏത് സമയവും അങ്ങനെയുള്ളൊരു അപകടം മുൻകൂട്ടി കാണും. അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ കപ്പലിലെ ജീവനക്കാർക്ക് തന്നെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ അടക്കം കപ്പലിലെ അധികൃതർക്ക് തന്നെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് എന്തെല്ലാം മുൻകരുതൽ നടപടികൾ അവർക്ക് തന്നെ, അവർ സ്വന്തം നിലക്ക് തന്നെ എന്തെല്ലാം ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു ശേഷി ആ കപ്പലിനകത്ത് തന്നെ ഉണ്ടാകും. ഉണ്ട്. കപ്പലുള്ള ലോകത്തിലുള്ള 10 അപകടം പിടിച്ച ജോലിയിൽ ഒന്നാണ് ഈ കപ്പലുള്ള ജീവിതം. അതൊന്ന്. രണ്ടാമത്, കപ്പലുള്ള എല്ലാ ജീവനക്കാർക്കും ഫയർ ഫൈറ്റിങ്ങിന് തീപിടിക്കാനുള്ള, ഏത് തരം തീപിടിച്ചാലും കെടുത്താനുള്ള ട്രെയിനിങ്ങുകളുണ്ട്. ആ ട്രെയിനിങ്ങിന് ശേഷവും പീരിയോഡിക്കലായിട്ട് ആ ഡ്രില്ലുകൾ ഓൺബോർഡ് ഷിപ്പിൽ അവർ അഭ്യസിക്കണം. അപ്പം ചെറിയ തീപിടുത്തങ്ങളൊക്കെ തന്നെ എന്ന് പറയാൻ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തീപിടുത്തങ്ങളും എടുത്താനുള്ള സജ്ജീകരണങ്ങൾ ഈ കപ്പലുകളിലുണ്ട്. പക്ഷേ ആകസ്മികമായിട്ടുണ്ടാകുന്ന ഈ എക്സ്പ്ലോഷനോ പൊട്ടിത്തെറികളോ മറ്റോ കാരണം അത് ജീവനക്കാർക്ക്
പിന്നെ ഫയർ ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് വരും. അത് ഒക്കെ പഠന വിഷയമാക്കേണ്ടതാണ്. ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ ഒന്ന് ഫ്ലാഗ് സ്റ്റേറ്റും 2 പോർട്ട് സ്റ്റേറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്, പോർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ DG ഷിപ്പിങ്ങിൻ്റെ ടെറിട്ടോറിയൽ ജുറിഡിക്ഷൻ ഉള്ളത് MMD കൊച്ചിക്കാണ്. MMD എന്ന് പറയുന്നത് മർക്കൻ്റൽ മറൈൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് വെല്ലിംഗ്ടണിലാണ് അതിൻ്റെ ഓഫീസ്. അപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥന്മാരും ഈ പിന്നെ അപകടം നടന്ന് ഇതിനൊക്കെ തീ കെടുത്തിയതിന് ശേഷം അന്വേഷിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അന്വേഷണം നടക്കും. ഈ കപ്പലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച് ക്യാപ്റ്റൻ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് വിവരങ്ങൾ പിന്നെ കിട്ടിയിട്ടില്ല, ലഭ്യമായിരിക്കും. ഇപ്പോൾ അവസ്ഥ ഇല്ല, പക്ഷെ കോസ്റ്റ് ഗാർഡ് അതിൽ എൻഗേജ് ആണ്. റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കപ്പലുകൾ ഉണ്ടല്ലോ, കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ. ഈ കപ്പലുകളൊക്കെ ഈ തീപിടുത്തം ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് അണക്കുന്നതിന് വേണ്ടി എത്ര കണ്ട് സംവിധാനവും സൗകര്യങ്ങളും ഉള്ള കപ്പലുകളാണ്? ഉണ്ട്. പ്രത്യേകിച്ച് എന്ന് പറയുന്ന അവസരത്തിൽ നമ്മളെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾക്ക് 3 തരം കപ്പാസിറ്റിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂവിനുള്ള കപ്പാസിറ്റി ഉണ്ട്, രണ്ടാമത് തീ പിടിച്ചുള്ള ഫയർ ഫൈറ്റിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ട്, മൂന്നാമത് ഏത് തരം തീ കെടുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ. മൂന്നാമത് എന്ന് പറഞ്ഞാൽ മലിനീകരണം നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ പല കപ്പാസിറ്റികളിലും പ്രധാനപ്പെട്ട 3 ഞാൻ പറഞ്ഞിരുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും അതേപോലെ തന്നെ നേവിൻ്റെ കപ്പലുകളും ഫയർ ഫൈറ്റിങ് ചെയ്യാനുള്ള എക്സ്പേർട്ടാണ്. പിന്നെ ഇന്ത്യയിലുള്ള മലിനീകരണം, കടലുള്ള മലിനീകരണം ഇല്ലാതാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ടെറിട്ടോറിയൽ വാട്ടറിന് പുറത്തുള്ള മലിനീകരണം, സമുദ്രത്തിലുണ്ടാകുന്ന മലിനീകരണം ഇല്ലായ്മ ചെയ്യാനും അതിനെ റെസ്പോൺസ് ചെയ്യാനും അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. അതിൽ അവർ എക്സ്പേർട്ടാണ്. അവരുടെ വെസലുകളിൽ ഇതിനുള്ള എക്യുപ്മെൻറ്റുകളും അതേപോലെ ജീവനക്കാരും ട്രെയിനിങ് സിദ്ധിച്ചവരാണ്. ഇപ്പോൾ ഈ പൊട്ടിത്തെറിയിൽ കപ്പലിന്റെ ബോഡിക്ക് കാര്യമായി പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾക്ക് മാത്രമാണ് തീപിടിച്ചതെങ്കിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? അല്ലല്ല, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ കപ്പൽ തീപിടുത്തം കെടുത്തുകയാണെങ്കിൽ അടുത്ത പിന്നെ യാർഡിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതിനെ എൻജിൻ പ്രൊപ്പൽഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോ ചെയ്തിട്ടോ നമുക്ക് കെട്ടിവലിച്ചിട്ടോ അടുത്ത പിന്നെ കപ്പൽ നിർമ്മാണശാലയിലേക്കോ അതിന് റിപ്പയർ ശാലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് സൗകര്യമുള്ള എവിടെയാണ്, കൊച്ചിയാണെങ്കിൽ കൊച്ചിയിലേക്ക് അത് അവർ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കമ്പനികൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തുടർച്ചയായി 2 ആഴ്ചകൾക്കിടെ 2ാമത്തെ അപകടമാണ്. സ്വാഭാവികമായും ജനങ്ങളിൽ അത് വലിയ ആശങ്ക ഉണ്ടാക്കും. ഇപ്പോൾ കേരള തീരങ്ങളിലേക്ക് കാര്യമായ നിർദ്ദേശങ്ങളൊന്നും ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടുന്നത് മൂലം എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേകിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി അത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിഴിഞ്ഞം നമ്മൾ ഓണാക്കുന്നു, കപ്പലുകൾക്കൊപ്പം വികസനം വരുന്നു. അപ്പോൾ തന്നെ ഇത്തരം അപകടങ്ങൾ കൂടി നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ ഇത്തരം അപകടങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന്, അത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ക്ലിയർ ചെയ്യുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പിന്നെ കപ്പലിൽ ഈ സിൽക്ക് റൂട്ടിൽ കപ്പലിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് കേരളത്തിൽ കൂടുതൽ കോസ്റ്റ് ഗാർഡിൻ്റെ സ്റ്റേഷനും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ സപ്പോർട്ട് വെസലുകളും കൂടുതൽ ഉണ്ടാകുന്നു. അതിന് ഞാൻ സൂചന തരികയാണ്. അപ്പം കൂടുതൽ കോസ്റ്റ് ഗാർഡിൻ്റെ സ്റ്റേഷനുകളും അതേപോലെ തന്നെ ഇതിനൊക്കെ പിന്നെ രക്ഷാപ്രവർത്തനങ്ങളും ഫയർ ഫൈറ്റിങ്ങും മലിനീകരണമൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭാഗമായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ടെന്നാണ് എനിക്കുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ നിർഭാഗ്യകരമാണ്. MSC എൽസ 3യും അതേപോലെ വാൻഹായ് 5C3യും ഈ ചെറിയ ഇടവേളകളിൽ 2 അപകടങ്ങൾ ഈ കേരള തീരത്തുണ്ടായത് അത് വളരെ നിർഭാഗ്യകരമാണ്. എന്തൊക്കെയായിരുന്നു ഈ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് എന്നിപ്പോൾ ഒരു വ്യക്തമാക്കേണ്ടത് ഈ കൊളംബോയിൽ നിന്നുള്ള പോർട്ട് അധികൃതർ തന്നെയാണല്ലേ? അത് 2 വിവരങ്ങൾ ഉണ്ട്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നർ ബേ പ്ലാൻ അതേപോലെ തന്നെ സ്റ്റോറേജ് പ്ലാൻ, കണ്ടെയ്നർ ബേ പ്ലാൻ, സ്റ്റോറേജ് പ്ലാൻ എന്നിവ അത് കൊളംബോയിലെ അധികൃതർക്കും ഉണ്ടാകും. അതേപോലെ തന്നെ ഷിപ്പിങ്ങിൻ്റെ ഓഫീസിലൊരു കോപ്പി പോയിട്ടുണ്ടാകും. അത് ലാസ്റ്റ് പോർട്ടിലും കിട്ടും. അതേപോലെ ഈ കമ്പനി അധികാരികളിൽ എടുക്കുന്നുണ്ടാകും. കാരണം ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ മുന്നോട്ടായിട്ട് ഇതിൻ്റെ ബേ പ്ലാനും അതേപോലെ തന്നെ സ്റ്റോറേജ് പ്ലാനൊക്കെ അയച്ചു കൊടുക്കും.
ജീവനക്കാർക്കും ഒരു പക്ഷേ ഒരു പ്രാഥമിക വിവരം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ജീവനക്കാർക്കും. ജീവനക്കാർ അതെ, പക്ഷെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 269 മീറ്റർ നീളമുള്ള കപ്പലാകുമ്പോൾ ഇത് ഒരു വലിയ ഒരു മീഡിയം സൈസിനേക്കാളും വലിയൊരു കണ്ടെയ്നർ ഷിപ്പാണ്, ഒരു ലാർജ് കണ്ടെയ്നർ ഷിപ്പ് എന്ന രീതിയിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡെക്ക് ക്രൂ അതേപോലെ തന്നെ ചീഫ് ഓഫീസർ അവർക്ക് പിന്നെ വിവരങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും അവരുടെ വിവരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 4 ടൈപ്പ് ക്ലാസ് വെസൽ ഇതാണ് ജനറൽ കാർഗോയുടെ അതായത് ജനറൽ കണ്ടെയ്നറിന് പുറമെ 4 തരം ഡേഞ്ചറസ് ഗുഡ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഈ ഡേഞ്ചറസ് ഗുഡ്സ് ആണെങ്കിലും എക്സ്പ്ലോസീവ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നിരന്തരം ഈ റൂട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഈ INS കപ്പലിന് തീപിടിച്ചതിൻ്റെ കാരണത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്തരം സബ്സ്റ്റൻസുകൾക്ക് തീപിടിക്കുന്നത്? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ഓഫീസർ? അല്ല, ഇത് പിന്നെ ഇത്തരം ഗുഡ്സുകൾ നമ്മൾ ഇൻ്റർനാഷണൽ എല്ലാ കണ്ടെയ്നർ കപ്പലുകളിലും അതേപോലെ തന്നെ കപ്പലുകളിലും പോകുന്നുണ്ട്. നമ്മൾ ഈ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ടാകുന്ന നമ്മൾ പെട്രോളിയം ഉൽപ്പന്നമായാലും ക്രൂഡ് ഓയിലായാലും ഇതൊക്കെ ഈ തീപിടിക്കുന്ന വസ്തുക്കളാണ്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടിയും കപ്പൽ ഗതാഗതത്തിൽ കൂടി ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമായി നമ്മുടെ കേരള കോസ്റ്റിൽ 2 അപകടം ഇടക്കിടക്ക് ഉണ്ടായത് പിന്നെ ഒരു നിർഭാഗ്യകരമാണ്. പൊതുവെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ കൊച്ചി കടലിൽ അപകടത്തിൽപ്പെട്ടതും സിംഗപ്പൂർ ഉടമസ്ഥയിലുള്ള കപ്പലായിരുന്നു. അപ്പോൾ ഈ ചരക്ക് കപ്പലുകളിൽ കൂടുതലും സിംഗപ്പൂർ ഉടമസ്ഥയിലുള്ള കപ്പലുകൾ തന്നെയാണ് കൂടുതൽ. ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലായിരുന്നു ആദ്യത്തെ. ഇത് എവിടെയാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല. ഇത് നമ്മുടെ വാൻഹായ് 503 എന്ന് പറയുന്നത് സിംഗപ്പൂർ രജിസ്ട്രേഷനാണ്. അതാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഫ്ലാഗ് എന്ന് പറയുന്നത് രാജ്യത്താണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ഫ്ലാഗ് ആയിരിക്കും കപ്പൽ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇത് സിംഗപ്പൂർ ഫ്ലാഗാണ്. ഇതിലിപ്പോൾ സർക്കാർ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിപ്പോൾ കോസ്റ്റ് ഗാർഡിനെയും നേവിയെയും കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നൽകി ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ ഉള്ളൂ? അതെ, അത് ഇതിനകത്ത് നമ്മുടെ കേരള മാരിടൈം ബോർഡ് ചെയർമാൻ സാറും അതേപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടർ ഈവൺ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ തുറമുഖ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തുറമുഖ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കേരള മാരിടൈം ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള കേരള മാരിടൈം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനുള്ള റോള് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതേപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് അതിൻ്റെ റോള് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നും കിട്ടുന്ന മുറക്ക് നമുക്ക് ലഭ്യമാക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് ക്യാപ്റ്റൻ അരുൺ കുമാർ ഇത്രയും വിവരങ്ങൾ മീഡിയ വണ്ണുമായി പങ്കുവച്ചതിന്. എന്തായാലും